friends, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും പണിയാരത്തിനും എപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മളുടെ തനി നാടൻ കേരള സ്റ്റൈൽ തേങ്ങ കൊണ്ടുള്ള വെള്ള ചമ്മന്തി. നമ്മൾ ദോശയ്ക്കാണേലും ഇഡ്ഡലിക്കാണേലും പണിയാരത്തിനാണേലും വെള്ള ചമ്മന്തി ഇല്ലാതെ കഴിക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ ഓണിയൻ ചമ്മന്തി, അല്ലെങ്കിൽ പിന്നെ സാമ്പാർ. പക്ഷെ വെള്ള ചമ്മന്തി നമുക്ക് എപ്പോഴും സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഒരു മസ്റ്റായിട്ടാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലിലല്ല, നമ്മളുടെ ഹോംലി സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഹോട്ടലിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് അവർ പൊട്ടുകടല കൂടി ചേർക്കാറുണ്ട്. ചില ഹോട്ടലുകളിൽ അരിമാവ് അരച്ച് വെച്ചിരിക്കുന്നത് വരെ ചേർക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. പൊട്ടുകടലയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ വെള്ള ചമ്മന്തി അരയ്ക്കുമ്പോൾ, തേങ്ങാ ചമ്മന്തി അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലുണ്ട് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ്. പൊട്ടുകടല ചേർക്കുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ഈ കടുകൊക്കെ വറക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഒന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അഴുക്കാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പൊട്ടുകടല കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തിയിൽ. അപ്പം ഞാൻ ഇപ്പം പൊട്ടുകടല ചേർക്കാതെ ഉണ്ടാക്കുവാണ്. അപ്പം നമ്മുടെ വെള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഒരു നല്ല 2 പിടി തേങ്ങ. ഒരുപാട് തേങ്ങ വേണ്ട, എങ്കിലും നല്ല 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2-3 ചെറിയ ചുമന്നുള്ളി, ഒരു 2-3 പച്ചമുളകും നമ്മളുടെ എരിക്ക് അനുസരിച്ച് ചേർക്കാം. പക്ഷെ ഈ ചമ്മന്തിക്ക് ഒരുപാട് എരിവായാൽ കൊള്ളത്തില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്കിതങ്ങ് അരച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഞാൻ ഈ തേങ്ങ മാത്രം ചേർക്കുന്നത്, നമ്മൾക്ക് ഇത് അടുത്ത ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കാം. തേങ്ങ മാത്രം ചേർക്കുന്ന ചമ്മന്തിയാണെങ്കിൽ. ഈ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരത്തെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു റെസിപ്പിയായിരുന്നു. ഞാനിത് ദോശയുടെ കൂടെയും ഒക്കെ 2 ചട്നി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടിട്ടില്ല. അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി പണിയാരം റെസിപ്പി പോസ്റ്റ് ചെയ്തപ്പോൾ ആണ് ഞാൻ ശ്രദ്ധിച്ചത്, സെപ്പറേറ്റ് ആയിട്ട് വെള്ള ചട്നിയുടെ റെസിപ്പി ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളുടെ ഏറ്റവും ഈസിയും ആയിട്ടുള്ള നമ്മളുടെ ഫേവറേറ്റ് ചട്നി ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അത് 2 ചട്നികളുടെ കൂടെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് സെപ്പറേറ്റ് ഇട്ടാലല്ലേ ഇതിൻ്റെ നമുക്കൊരു ലിങ്ക് ആ പണിയാരം റെസിപ്പിയിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇന്ന് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ വെള്ള ചട്നി അരച്ചെടുക്കാൻ അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് സ്പെഷ്യലി. അപ്പം ഞാനിവിടെ ചേർത്തത് ഒരു 2-3 ചുമന്നുള്ളി, 2 പിടി തേങ്ങ, ഒരു 2-3 പച്ചമുളക്, അപ്പം ഒരൽപ്പം ഉപ്പ് കൂടെ, ഒരുപാട് ഉപ്പാകരുത്, സ്വല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊരു ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മളിത് കുറച്ച് ലൂസായിട്ടും ഉണ്ടാക്കാറുണ്ട്, കുറച്ച് തിക്കായിട്ടും ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് അരച്ചെടുത്തു. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഞാനിപ്പം ഇച്ചിരി കട്ടിക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരുപാട് മെമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടെ നമുക്ക് ഇതാക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് വെള്ളമായിരിക്കും, ഇവിടെ ഒഴിച്ചാൽ എവിടെ പറ്റുന്ന ടൈപ്പ്. ഓക്കെ അപ്പോൾ ഇത് അരച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിന് കടുക് വറക്കാനായിട്ട്, താളിച്ചൊഴിക്കാനായിട്ട് ഒരു 1-2 വറ്റൽമുളക്, ഒരു ചെറിയ ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരല്പം ഫ്രഷ് കറിവേപ്പില. നമുക്കപ്പോൾ ഇത് ഒന്ന് താളിച്ച് ഒഴിക്കാം ഇതിനകത്തോട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചെറിയ കടുക് വറക്കുന്ന പാൻ വെച്ചിട്ടുണ്ട്. കുഞ്ഞു പാന്, തടുക്ക പാന്. അത് 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച്, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കുക. ഒരല്പം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മുളകിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ആ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ അതായിക്കോളും. ഓക്കെ, ഒത്തിരി ഓവർ ചൂടായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയാലോ. ഓക്കെ, ഈ കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കടുക് ഇവിടെ വറുത്ത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കും. നമുക്ക് ഈ പാനിലോട്ട് വേണമെങ്കിലും ചട്നി ഇട്ടിട്ട് വേണമെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ, ഇഡ്ഡലി, പണിയാരം ചട്നി, വൈറ്റ് ചട്നി ഈസ് റെഡി. നല്ല അടിപൊളി ചട്നിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വളരെ ഈസി പീസി ആയിട്ടുള്ള നമ്മളുടെ ദോശ, ഇഡ്ഡലി, ചട്നി ready ആയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. Hey friends, hope everyone loves today's very easy and tasty delicious South Indian special Dosa, Idli, Paniyaram special
coconut chutney. Thank you so much for watching. Keep watching, keep sharing, keep subscribing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ഒരു ബെല്ലൈക്കൺ കൂടി വരും. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒറ്റ പ്രാവശ്യം അമർത്തിയാൽ മതി. എല്ലാ വീഡിയോയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യേണ്ട. സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ചെയ്യരുത്. അപ്പോൾ അൺസബ്സ്ക്രൈബ് ആയി പോകും. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ till then take care. Bye bye. Thank you. Eat healthy, stay healthy. Thank you.